വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 17. അക്കാലത്ത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങെന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങെനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു പ്രാർത്ഥനയുടെ ആത്മീയത ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഏറെ പ്രത്യേകമായ വിധം നാം കാണുന്നത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ യേശു ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദങ്ങളും ഏറെ ഹൃദ്യമാണ്. ഒത്തിരി സ്നേഹത്തോടെ വാത്സല്യത്തോടു കൂടിയാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ ചേർത്ത് പിടിച്ച് അവർ എന്നോടൊപ്പമായിരിക്കുന്നു, അവർ എന്നിൽ ഒന്നായിരിക്കുന്നു, അങ്ങയുടെ തിരുസന്നിധിയിലും അവർ അപ്രകാരമായിരിക്കണം, ഞാൻ അവരെ സ്നേഹിച്ചു, അങ്ങയുടെ വചനം അവർക്ക് നൽകി, ഇപ്രകാരം ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദങ്ങളും ക്രിസ്തു എന്തുമാത്രം ആഴത്തിൽ തൻ്റെ ശിഷ്യഗണത്തെ സ്നേഹിച്ചു എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. പിതാവേ, ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് യേശു ഈ പ്രാർത്ഥനയ്ക്കിടയിൽ പറയുന്നുണ്ട്. സത്യത്തിൽ ക്രിസ്തു സ്നേഹിച്ചവരെല്ലാം ക്രിസ്തുവിനോടൊപ്പം ഉണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനുണ്ടായിരുന്ന മഹത്വം ക്രിസ്തു അനുയായികളായ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് പിതാവിനോട് അവിടുന്ന് യാചിക്കുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ ഏടുകളിൽ യേശു അനേക പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നു. യേശു രാത്രി മുഴുവനും മലമുകളിൽ പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുന്നുണ്ട്. അവിടുന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും പിൻപും യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. രൂപാന്തരീകരണത്തിന് മുമ്പ് യേശു രാത്രി മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു. യേശു താഴ്വാരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. യേശു രാത്രിയുടെ 4-ാം യാമങ്ങളിൽ പ്രാർത്ഥനയിൽ നിന്ന് അവരുടെ വേദന മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ആശ്വാസം നൽകുന്ന അനുഭവങ്ങൾ. പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അഭിവാജ്യ ഘടകമായി കാണാൻ സാധ്യമാകും. സത്യത്തിൽ ക്രിസ്തു നമ്മെ പ്രാർത്ഥിക്കുവാൻ ഓർപ്പെടുത്തുകയും പ്രാർത്ഥിക്കുന്നത് എപ്രകാരമാണെന്ന് പഠിപ്പിക്കുകയുമാണ്. പിതാവുമായി നിരന്തര സമ്പർക്കത്തിലാകാൻ പ്രാർത്ഥന അനിവാര്യമാണ് എന്ന് ക്രിസ്തു ഓർപ്പെടുത്തുന്നു. അവിടെ ദൈവത്തിനായിരുന്നിട്ടും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. നാമും പ്രാർത്ഥിക്കുന്നവരാകുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത സഹോദര സ്നേഹത്തിലൂടെ അവരെ പങ്കുവയ്ക്കാൻ കഴിയുക. ക്രിസ്തു ചെയ്ത എല്ലാ നന്മകളും പുണ്യപ്രവൃത്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും സത്യത്തിൽ പ്രാർത്ഥനയുടെ ബലത്തിലായിരുന്നു. യേശു ഓരോ വ്യക്തിയെയും സുഖപ്പെടുത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പ്രാർത്ഥനയുടെ പദങ്ങളാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആത്മീയ അനുഭവം സ്വന്തമാക്കുമ്പോൾ നാമും പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂരിതമാകും. പ്രാർത്ഥന ഒരു സ്നേഹ സംഭാഷണമാണ്. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആ സംഭാഷണത്തിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാകുകയുള്ളൂ. ക്രിസ്തു പിതാവിലും പിതാവ് ക്രിസ്തുവിലും പരസ്പര സ്നേഹത്തിൽ ബന്ധപ്പെട്ടിരുന്നു. ആകയാൽ ആ സ്നേഹത്തിൻ്റെ ഭാഷ അവർക്ക് മനസ്സിലായി.
നമുക്കിന്ന് പ്രാർത്ഥനയിൽ അർത്ഥവും അഭയവും കണ്ടെത്താൻ കഴിയണമെങ്കിൽ സ്നേഹത്തിൻ്റെ ബലമുണ്ടാകണം. ക്രിസ്തു പിതാവിൽ ഗാഢമായ സ്നേഹത്തിലായിരുന്ന പോലെ നാം ക്രിസ്തുവിൽ സ്നേഹബന്ധത്തിലായിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന അർത്ഥപൂർണമാവുക. ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ ഏറ്റവും നിർമ്മല സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ നമ്മെ ബലപ്പെടുത്തണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.